ഈ സ്പിരിച്വൽ അല്ലെങ്കിൽ ആത്മീയതയും സെക്സിനെയും ഞാൻ ഒരേപോലെയാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് സുഭാഷ് സുകുമാരി ഈശ്വർ. അതായത് എൻ്റെ അഭിപ്രായത്തിൽ ആത്മീയത എന്ന് പറയുന്നത് സ്പിരിച്വൽ അവേക്കനിങ്, മാനിഫെസ്റ്റേഷൻ, ഇൻഡ്യൂഷൻ. മനസ്സിലല്ലേ? ഇതൊരു ഭൗതികപരമായ ഒരു ഇതാണ്. ഇതിൻ്റെ ഏറ്റവും ഇത് ഈ രൂപത്തിലേക്ക് ആകുന്നതിന് മുമ്പുള്ള ഇത് എത്ര ഘടകങ്ങൾ കൂടി ചേർന്നായിരിക്കും ഉണ്ടായിട്ടുള്ളത്. മനസ്സിലല്ലേ? ഇപ്പൊ എന്താ ഉണ്ടായേ? ആത്മീയം എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം? ആന്തരികമായിട്ട് തന്നെയാണ്, അകമയുള്ളതാണ്. നിങ്ങൾ വെറുതെ കടാവണ പറയുന്നത്. എവിടെയോ എന്തോ ഒരു തകരാറ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വൃക്ഷത്തെ ഒന്ന് മനസ്സിൽ കണ്ടേ. ഏത് വൃക്ഷം മനസ്സിൽ കണ്ടേ? തുളസി. അല്ല, നമ്മൾ മനുഷ്യർ ഏലിയൻസ് ആണോ? എന്നാൽ വേറെ ഭൂമിക്ക് പുറത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. മണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ദൈവമുണ്ട്. പക്ഷെ അതൊരു എക്സിസ്റ്റൻസ് ആണോ? ഇവിടെ നിരവധി പീഡനങ്ങൾ നടക്കുന്നു. ഓരോ പീഡനം നടക്കുമ്പോഴും രാംദാസ് നടന്നു എന്ന് പറഞ്ഞേക്ക്. മനുഷ്യരിൽ എങ്ങനെ ദൈവം ഉണ്ടാവും? എല്ലാവരെയും യൂണിയൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വിശ്വാസം. ഈ ദൈവം എന്ന് പറഞ്ഞ കൺസെപ്റ്റും അതാണ്. ഒരു 5 തേങ്ങ ഇരിക്കുന്നു വിചാരിക്കുക. സൂര്യ ഭഗവാനൊക്കെ വന്നാണ് എന്ത് ചെയ്യുന്നത്, സകല വിചാരങ്ങളും ചെയ്തിട്ട് പോയേക്കണം. നിങ്ങൾ നേരത്തെ ആപ്പിളിൽ നോക്കിയെങ്കിൽ ഇത് ലൈക്കിൽ നോക്കൂ. പോക്കറ്റിനകത്ത്, ലിക്കറിനകത്ത് ഇത്രമാത്രം അനുഭവമുള്ള ഒരാൾ കാണില്ല. എനിക്ക് ചക്കയാണ് ആവശ്യം, നിങ്ങളുടെ കയ്യിൽ ചക്കയുണ്ട്, പക്ഷെ നിങ്ങൾക്ക് തേങ്ങയാണ് വേണ്ടത്. എപ്പോഴും ഇന്ത്യയിലുള്ള ജനങ്ങൾ എപ്പോഴും പറയുന്നുണ്ട് ഇവിടെ നിന്ന് വിട്ടു പൊക്കോളണം എന്ന്. ഇന്ന് മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് എങ്ങോട്ട് പോകും? എല്ലാവരും പോകേണ്ടി വരും. എടാ, അവൻ പറയുന്ന കേക്ക്, നീ എങ്ങോട്ടെങ്കിലും പോ, ഞാനും പോവാ, എങ്ങോട്ടൊന്നില്ലാതെ പോവാ. അങ്ങനെ പോവുകയാണെങ്കിൽ നിനക്ക് ഇവന്റെ കൂടെ പൊക്കൂടെ? അവൻ ഒറ്റക്കല്ലടാ പോണത്. ഈ നാടും കൂടെ വിട്ട് ഇവന്റെ കൂടെ പോയാ പിന്നെ എനിക്ക് നാട് വിട്ടു പോകാൻ ഒരു നാടില്ലാതാകൂലേ ഈ ഓടത്തിന്.